മനോഹരമായൊരു നാട്ടുവഴിയല്ലേ. ദാ എനിക്ക് പിന്നിൽ ഈ കാണുന്നത് കാട് കയറി കിടക്കുന്നൊരു പാടമാണെന്ന് കരുതിയെങ്കിൽ തെറ്റി. ഇതാണ് പുതുക്കുളം. 3.5 ഏക്കറിൽ നീണ്ടു നിവർന്നു കിടന്നിരുന്ന ഒരു കുളം. അതിൻ്റെ അവസ്ഥ ഇപ്പോൾ കണ്ടല്ലോ അല്ലേ. ദാ ഈ കാണുന്നത് പണ്ടെങ്ങോ നിലച്ചുപോയൊരു ശുദ്ധജല പദ്ധതിയുടെ ബാക്കിപത്രം എന്നോണം ഇന്നും നിലനിൽക്കുന്ന ഒരു പമ്പ് ഹൗസാണ്. ഈ കുളത്തെക്കുറിച്ചും ഈ പമ്പ് ഹൗസിനെ കുറിച്ചും ഈ നാട്ടുകാർക്ക് പറയാൻ വർഷങ്ങളുടേതായ ഒരു ദുരിത കഥയുണ്ട്. കേൾക്കാം. എല്ലാ ജനങ്ങളും കുളിക്കുന്നതിനും ബാക്കിയുള്ള തുണി കഴുകുന്നതിനും ബാക്കിയുള്ള എല്ലാ ഇതിനും ഈ കുളമാണ് ആശ്രയിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ ഇവിടെ നേരത്തെ ആണെങ്കിൽ നീന്തൽ കുളത്തിൻ്റെ പ്രാക്ടീസ് വരെ ഉണ്ടായിരുന്നു. നേരത്തെ ഈ കുളം മത്സ്യകൃഷിക്ക് വിട്ടുകൊടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ എല്ലാ വർഷവും അവർ തന്നെയാണ് വർഷാവർഷം മീൻ പിടിക്കും. അവർ തന്നെയാണ് ഈ കുളം 4 സൈഡും വൃത്തിയാക്കിയതിന് ശേഷം വല ഇറക്കിയാൽ മാത്രമേ മീൻ പിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ പദ്ധതി അങ്ങ് ക്യാൻസലായതിനു ശേഷം പിന്നെ ഇത് കുളത്തിലോട്ട് തിരിഞ്ഞു നോക്കാൻ പിടിക്കാൻ ആരും വരക്കമില്ല. തോട്ടയിൽ നിന്നൊരു തൂമ്പ് കുളത്തോട്ട് വെച്ചിട്ടുണ്ട്. അതന്ന് വെച്ചപ്പോഴേ നമ്മൾ നേരത്തെയാണ് തോട്ടിൽ നിന്ന് തൂമ്പ് വയ്ക്കേണ്ട, ചാനൽ വെള്ളം വിട്ടാൽ എന്ന് പറഞ്ഞു. അപ്പോൾ തോട്ടിൽ കൂടെ പറഞ്ഞ വേസ്റ്റ് മൊത്തം ഈ കുളത്തിനകത്ത് കയറിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് കുളം മൊത്തത്തിൽ ഇല്ലാതായത്. പിന്നെ ഇത് കുടിവെള്ളത്തിന് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്, കൃഷിക്കാരാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. വെള്ളം ഇല്ല, ഒരു പരിഹാരമില്ല. പഞ്ചായത്തിൽ നിന്നില്ല, ബ്ലോക്കിൽ നിന്നില്ല, ഒരു സ്ഥലത്ത് നിന്ന് ഇതുവരെയ്ക്കും ഒരു പരാതിയും കൊടുത്തിട്ടും ഒരു കാര്യമൊന്നും ഇല്ലാതായിരിക്കുക. വേനലടക്കുമ്പോൾ നമുക്ക് വെള്ളമൊന്നും കിട്ടത്തില്ല. പിന്നെ ഇതുകൊണ്ടാണ് നമ്മളെ കർഷകർ ഏകദേശം ഇവിടുന്ന് വെങ്ങാനി വരെയുള്ളത് ഈ പുതുക്കുളത്തിനെ ആശ്രയിച്ചാണ് കൂടുതൽ ഇതായിട്ട് പോകണം, കൃഷി ചെയ്ത് പോകണത്. ഇപ്പോഴും ഇവിടുത്തെ വെള്ളം ഇറങ്ങിയാൽ പോലും, ഊറ്റിറങ്ങിയാൽ പോലും ആ വെള്ളം ഉപയോഗിക്കാം. കാല് നമുക്ക് നടന്നു പോകാനോ കോരി ഒഴിക്കാനോ, വീട്ടിൽ ചെന്ന് ചൊറിച്ചിലും ഡെറ്റോളിട്ട് കഴിവേണ്ട ആ ഗതികേടിലാണ് ഇപ്പം വെള്ളം. വെള്ളമെന്ന് വെച്ചാൽ ഭയങ്കര കടി. ജാവെന്ന് വെച്ചാൽ രാത്രി കിടന്നുറങ്ങുന്നില്ല, ആ കണക്കാണ്. പിന്നെ നാറ്റവും ഈ വാഴ, ഈ തൈ, വെള്ളരി എല്ലാം വെള്ളം കുരി ഒഴിക്കുമ്പോൾ പട്ടോണ്ട് പോകും, കൃമി കാരണം. ആ ഗതികേടാണ് ഈ കുളത്തിലെ വെള്ളം. എനിക്ക് ചുറ്റും ഈ നീണ്ടു നിവർന്ന് കിടക്കുന്നത് ഇന്നാട്ടിലെ കർഷകരുടെ കഠിനാധ്വാനവും സ്വപ്നങ്ങളുമാണ്. പക്ഷെ മാസം 1 കഴിയുമ്പോൾ, വേനലെടുക്കുമ്പോൾ ഇവരുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽക്കും. കാരണം അതിഭീകരമായ ജലക്ഷാമത്തിലേക്കാണ് ഈ ഗ്രാമം പൊക്കോണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഇപ്പോഴാണെങ്കിൽ ഇവിടുത്തെ മലിനജലത്തിൽ നിന്നുമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ വേറെയും. ഇതിനൊന്നും ഒരു പരിഹാരമില്ലേ എന്ന് വർഷങ്ങളായി ഇവർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്യാമറാമാൻ ജയചന്ദ്രൻ പുല്ലമ്പാറയ്ക്കൊപ്പം ഇന്ദുലേഖ രേണു, മാതൃഭൂമി ന്യൂസ്.